നമസ്കാരം. ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കൊള്ളയിൽ പ്രതി പിടിയിലെന്ന വളരെ സുപ്രധാന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് എത്താം. അതിനു മുൻപ് പ്രധാന തലക്കെട്ടുകളൊന്ന് നോക്കി തിരിച്ചെത്താം. ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കവർച്ചാ കേസ് പ്രതി പിടിയിലായത് ചാലക്കുടി സ്വദേശി റിജു ആന്റണി. മോഷ്ടിച്ച 10 ലക്ഷം രൂപ കണ്ടെടുത്തു. കൊള്ള നടത്തിയത് കടം വീട്ടാനെന്ന് പ്രതി. അതിർത്തിയിൽ പാക് വെടിവെപ്പ് പ്രകോപനം. ജമ്മുവിലെ പൂഞ്ച് നിയന്ത്രണ രേഖയിൽ ഒരു സൈനികന് പരുക്കെന്ന വിവരം. തിരിച്ചടിച്ച് ഇന്ത്യൻ സൈന്യം. ന്യൂഡൽഹി ദുരന്തത്തിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ച റെയിൽവേ. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 10 ലക്ഷം വീതം സഹായധനം. മരിച്ച 18 പേരിൽ 5 കുട്ടികൾ, 9 സ്ത്രീകൾ. റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. കുടിയേറ്റക്കാരുമായുള്ള 3ാം വിമാനം ഇന്ന് ഇന്ത്യയിലെത്തും. അമേരിക്കയിൽ നിന്നും അമൃത്സറിലെത്തുന്ന വിമാനത്തിൽ 157 ഇന്ത്യക്കാർ. ശശി തരൂരിന്റെ വികസന ലേഖനത്തിൽ വിവാദം കൊഴുക്കുന്നു. തരൂരിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി. തരൂരിനെ തള്ളാതെ സർക്കാരിനെ വിമർശിച്ചും കെ സുധാകരൻ. അമർഷം പരസ്യമാക്കി എം ഹസൻ. UDF സർക്കാരുകളുടെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി. ലേഖനത്തിലെ നിലപാട് തിരുത്താതെ തരൂർ. ആശാവർക്കർമാരുടെ സമരത്തിന് കേന്ദ്രത്തെ പഴിച്ച് ധനമന്ത്രി. പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം പണം തരാത്തതെന്ന് KN ബാലഗോപാൽ. നൽകുന്നത് ഉയർന്ന ഓണറേറിയമെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ. സെക്രട്ടേറിയറ്റ് പടിക്കലിലെ സമരം 7ാം ദിവസം. മധ്യസ്ഥ ചർച്ചകൾക്കിടയിലും സിനിമാ പോര് തുടരുന്നു. താരങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ശ്രീകുമാരൻ തമ്പി. സമര പ്രഖ്യാപനത്തിൽ ഉറച്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. കൊട്ടാരക്കരയിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് വെട്ടേറ്റു. ഒപ്പമുണ്ടായിരുന്ന യുവതിക്കും കൈക്കുഞ്ഞിനും കമ്പിവടി ആക്രമണത്തിൽ പരിക്ക്. കോട്ടയത്ത് അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരന് ക്രൂരമർദ്ദനം. മൂന്നാറിൽ അക്രമം തുടർന്ന് പടയപ്പയും ചക്കക്കൊമ്പനും. ബൈക്ക് യാത്രക്കാർക്കും വഴിയോര കച്ചവടക്കാർക്കും നേരെ പടയപ്പയുടെ പരാക്രമം. ചിന്നക്കനാലിൽ വീടുകൾ ആക്രമിച്ച് ചക്കക്കൊമ്പൻ. തെന്മല പാലരുവിയിൽ കാട്ടുകടന്നൽ ആക്രമണം. ടൂറിസ്റ്റുകളടക്കം 20 പേർക്ക് പരിക്ക്. നാദാപുരത്ത് വൻ തീപിടുത്തം. 50 ഏക്കറോളം കൃഷി കത്തിനശിച്ചു. IPL 2025 സീസൺ മാർച്ച് 22-ന് തുടങ്ങും. ഉദ്ഘാടന മത്സരം കൊൽക്കത്തയും ബംഗളൂരുവും തമ്മിൽ. ഫൈനൽ മെയ് 25-ന്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഫൈനൽ ലക്ഷ്യമിട്ട് കേരളം നാളെ ഇറങ്ങും. ഗുജറാത്ത് എതിരാളികൾ. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തുടക്കം തന്നെ കടക്കുന്നു. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളക്കേസിൽ പ്രതി പിടിയിൽ. ചാലക്കുടി സ്വദേശി റിജു ആന്റണിയാണ് പിടിയിലായത്. പ്രതിയിൽ നിന്ന് 10 ലക്ഷം രൂപ അന്വേഷണ സംഘം കണ്ടെടുത്തു. കടബാധ്യത തീർക്കുന്നതിന് വേണ്ടിയാണ് കവർച്ച നടത്തിയതെന്ന് റിജു മൊഴി നൽകി. ഡാനി ഇപ്പോൾ നൽകും ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ. ഡാനി, 3 ദിവസമായി പോലീസ് വല വിരിച്ചിരിക്കുകയായിരുന്നു ഈ പ്രതിക്കായി. പക്ഷേ ഇപ്പോഴിതാ പ്രതിയെ വീട്ടിൽ നിന്ന് തന്നെ പിടിച്ചു എന്നുള്ള സുപ്രധാനമായ വിവരമാണ് വരുന്നത്. എങ്ങനെയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഒരു ഏതാണ്ട് 36 മണിക്കൂറിനകം അതിൽ ഒരു വലിയ നിരീക്ഷണങ്ങളും എല്ലാത്തിനും ശേഷമാണ് ഇപ്പോൾ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ പ്രതി ഇപ്പോൾ റിജു ആന്റണിയെ ചോദ്യം ചെയ്യുകയാണ്. പോലീസ് ആശാരിപ്പാറ സ്വദേശി റിജു ആന്റണിയാണ് പ്രതിയെന്ന് പോലീസിന് വിവരം കിട്ടിയിരുന്നു. ഇക്കാര്യത്തിൽ പോലീസ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അയാളുടെ ഒരു പുറമേക്ക് മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ നൽകിയില്ല എങ്കിൽ കൂടിയും ഇദ്ദേഹത്തിലേക്ക് അയാളിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് കഴിഞ്ഞിരുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ. ആദ്യഘട്ടത്തിൽ ഇയാള് പോലീസിനെ ഒന്ന് വട്ടം കറക്കിയെങ്കിലും പക്ഷെ പോലീസിന് ഒരു സൂചനകളിലേക്ക് ഇയാളിലേക്ക് എത്തുന്നു. അത് ചില ഡിജിറ്റൽ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളിലേക്ക് എത്തിയത്. എന്തായാലും ഇപ്പോൾ പ്രതിയെ വീട്ടിൽ തന്നെ ആശാരിപ്പാറയിലുള്ള വീട്ടിൽ തന്നെ പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. ഇതിൽ ഇയാൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത് തന്റെ കടം വീട്ടാൻ വേണ്ടിയാണ്
ഈ തുക ഈ ബാങ്ക് കൊള്ളയടിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ 10 ലക്ഷം രൂപ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായി പറയുന്നു. 5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെടുത്ത നോട്ട് കെട്ടുകൾ അത് ബാങ്കിൽ നിന്നുള്ള അതേ ബണ്ടിലുകൾ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പേരാമ്പ്ര ഭാഗത്ത് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പോലീസ് സൂക്ഷ്മമായ നിരീക്ഷണങ്ങളടക്കം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇയാളിലേക്ക് ചില സൂചനകൾ വഴി ഇയാളിലേക്ക് എത്തിയിരുന്നു. ഇയാളുടെ മൊബൈൽ ഇതിന്റെ വിശദാംശങ്ങൾ, ടവറിന്റെ വിശദാംശങ്ങൾ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസ് വീട്ടിലേക്ക് ചെല്ലുകയും ഇന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യലുകൾ നടന്നു വരികയാണ്. ഏതായാലും പ്രതി മലയാളി തന്നെയാണ് എന്നൊരു സൂചനകൾ തുടക്കം മുതൽ തന്നെ പോലീസിനുണ്ടായിരുന്നു. ഹിന്ദി സംസാരിച്ചത് ബോധപൂർവം തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്നെയാണെന്ന് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിനെ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് അങ്കമാലി ഭാഗത്തേക്ക് വാഹനം പോയി എന്ന രീതിയിലുള്ള ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതും പോലീസിനെ കബളിപ്പിക്കാൻ തന്നെയായിരുന്നു. പിന്നീട് തിരിച്ചെത്തുകയും പിന്നീട് പോലീസ് തൃശൂർ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിച്ചത്. കാരണം ഇത് ബാങ്കിനെ കുറിച്ച്, അതിന്റെ ഇടപാട് സമയത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ്, ഒരു അപരിചിതനല്ല ഇതിനകത്തേക്ക് വന്ന് കയറിയത് എന്ന് പോലീസിന് ബോധ്യപ്പെടുകയടക്കം ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കുകയും ലഭ്യമായ ദൃശ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ആളിലേക്ക് എത്താനായിട്ട് ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കം പോലീസിന് അതിനെല്ലാം തന്നെ സഹായകരമായിരുന്നു. അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക്, ചുറ്റുപാടും നിരീക്ഷണത്തിലേക്ക് എല്ലാം തന്നെ ഇയാളെ കൊണ്ടുവരുവാനും സാധിച്ചിരുന്നു. ഇതിനുശേഷമാണ് പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇയാൾക്ക് കടബാധ്യതയുണ്ടായിരുന്നു, അത് വീട്ടുന്നതിന് വേണ്ടിയാണ് ഈ കൃത്യം ചെയ്തത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് ഇയാൾക്ക് ആരെങ്കിലും സഹായം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നില്ല. ഏതായാലും അതിൽ അന്വേഷണം തുടരുകയാണ്. മണിക്കൂറുകൾ, ദിവസങ്ങൾ പോലീസിനെ വട്ടം കറക്കിയ ഒരു പ്രതിയെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്, അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് തുടക്കത്തിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പഴി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേൾക്കേണ്ടി വന്നിരുന്നു. കാരണം കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണമടക്കം നടക്കുന്നില്ല എന്നെല്ലാ പഴികളും കേൾക്കുമ്പോഴും വളരെ നിശബ്ദമായിട്ടുകൊണ്ട് തന്നെ പ്രതിയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിലേക്ക് അടക്കം പോലീസിനെ കഴിഞ്ഞിരുന്നു എന്ന് കൂടി വെളിപ്പെടുകയാണ്. കാരണം വിവാദങ്ങളോട് പ്രതികരിക്കാതെ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ മുന്നോട്ട് പോയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് തൃശൂർ സ്വദേശി തന്നെയാണ്, മലയാളി തന്നെയാണ്. ഇവിടെ ഇയാൾ ഒരു പ്രൊഫഷണൽ മോഷ്ടാവല്ലെന്ന് നേരത്തെ തന്നെ പോലീസ് ഒരു അനുമാനത്തിൽ എത്തിയിരുന്നു. കാരണം ഈ പുറത്തു നിന്നുള്ള ഒരാളല്ല പ്രതി എന്നതിലേക്ക് പോലീസ് അനുമാനം നേരത്തെ തന്നെ എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ തദ്ദേശീയരിലേക്ക് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പ്രതിയിലേക്ക് കൃത്യമായി പോലീസിനെ കൊണ്ട് എത്തിച്ചത് എന്ന് മനസ്സിലാക്കാമല്ലേ? തീർച്ചയായും. അതായത് ഇതിൽ തുടക്കത്തിൽ തന്നെ പോലീസ് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ പോലീസിന് നിഗമനങ്ങളിലേക്ക് എത്തിയിരുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരു പ്രൊഫഷണൽ മോഷ്ടാവ് ഈ രീതിയിലേക്ക് പെരുമാറിക്കൊണ്ട് കടന്നു പോകില്ല. കാരണം അതിനകത്ത് വലിയ രീതിയിൽ തന്നെ പണം ഉണ്ടായത്. ഏതാണ്ട് 1/2 കോടിയോളം രൂപ കൗണ്ടറിൽ തന്നെ അവശേഷിക്കുന്ന സമയത്താണ് ഇയാൾ കയ്യിൽ കിട്ടിയ പണവുമായിട്ട് നീങ്ങുന്നത്. ഒപ്പം തന്നെയും അയാൾ ഒരു ആയുധവുമായി അതിനകത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ പോലീസ് തന്നെ പറയുന്നു അതൊരു കറിക്കത്തിയാണ്, അടുക്കളയിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു കറിക്കത്തിയുമായിട്ട് ഇവിടേക്ക് എത്തുന്ന ഒരു ബാങ്ക് മോഷണമാണ് ഈ രീതിയിൽ തന്നെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ടച്ചോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിനകത്തേക്ക് കയറുകയും പക്ഷെ അതിനകത്തുനിന്ന് അയാൾക്ക് വളരെ എളുപ്പത്തിൽ പുറത്തിറങ്ങാൻ കഴിഞ്ഞു എന്നതാണ് പോലീസിനെ വട്ടം ചുറ്റിച്ചത്. കാരണം നമ്മൾ ഒരു ATM കൗണ്ടറിൽ കയറിയാൽ പോലും ഇതിൽ കൂടുതൽ സമയം എടുക്കും. പക്ഷെ അതിനേക്കാൾ എളുപ്പത്തിൽ ഇയാൾ ഒരു ബാങ്ക് കവർച്ച ചെയ്ത് പുറത്തേക്ക് എത്താനായിട്ട് സാധിച്ചു എന്നതാണ്. അതിന് ആ ഒരു പോയിന്റിലായിരുന്നു പോലീസ് ഏറെ തലമുറക്കിയത്. കാരണം ഇതെങ്ങനെ സാധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ആ ഒരു സംശയം പോലീസിന് ഇപ്പോഴും തന്നെയുണ്ട്, നിലനിൽക്കുന്നുണ്ട്. കാരണം ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് വ്യക്തമായ രീതിയിൽ തന്നെ. കാരണം ഈ ഒരു കാര്യം, കാരണം 36 മണിക്കൂർ ഇപ്പോൾ ഈ മോഷണത്തിന് സഹായിച്ചതിനപ്പുറത്തേക്ക് 36 മണിക്കൂർ ഇയാൾ ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ ആ പ്രതിയെ പിടിച്ചത് പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇയാളെ ആര് സഹായിച്ചു, ഈ 36 മണിക്കൂർ ഇയാൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ അതിലേക്കും പോലീസ് മറ്റാരെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ടായിരിക്കുമെന്ന് കരുതാമല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം അതിൽ യാതൊരു മാറ്റവുമില്ല. പോലീസ് പൂർണ്ണമായും തന്നെയും ഇതിൽ ഇയാൾ ഒറ്റയ്ക്ക് എന്ന രീതിയിലേക്ക്
പോലീസ് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു വിശദാംശങ്ങളും ഇതിനപ്പുറത്തേക്ക് ഈ ഒരു പ്രതിയിലേക്ക് എത്തി എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വിശദാംശവും പോലീസിൽ നൽകാത്തതിന്റെ ഒരു സാഹചര്യവും അത് തന്നെയാണ്. കാരണം ഒറ്റയ്ക്ക് ഒരാൾ ഈ രീതിയിലേക്ക് വളരെ പെട്ടെന്ന് നിമിഷങ്ങൾ കൊണ്ടൊരു ബാങ്ക് കൊള്ളയടിച്ച് നീങ്ങുക, അതിന്റെ ഒരു സാഹചര്യം, അതും ഒരു പരിചയവുമില്ലാത്ത ഒരാൾ, ഒരു രീതിയിലും ഒരു ക്രൈം സീനിലും ഇതുവരെ വരാത്ത ഒരാൾ വീട്ടിലെ കറിക്കത്തിയുമായി ചെന്നിട്ട് ഒരു ബാങ്ക് കൊള്ളയടിച്ച് 15 ലക്ഷം രൂപയുമായി 2.5 മിനിറ്റിനുള്ളിൽ കടന്നു കളയുക എന്നത് അവിശ്വസനീയം തന്നെയെന്ന് പറയാനേ സാധിക്കുള്ളൂ. അത് തന്നെയായിരുന്നു പോലീസ് ഇപ്പോഴും സഹായം ഇതിനകത്തുനിന്നോ പുറത്തുനിന്നോ ലഭിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് കേരളീയരെ സംബന്ധിച്ച് കേട്ടുപരിചയമില്ലാത്തൊരു കവർച്ചയായിരുന്നു. കാരണം ഇത് രാത്രിയല്ല നടന്നത്, ഉച്ചയ്ക്കാണ്. അതും പിന്നെ ബാങ്കിൽ ഉണ്ടായിരുന്ന 6ഓളം ഉദ്യോഗസ്ഥരെ ബന്ദികൾ ആ കത്തിമുനയിൽ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് നടത്തിയ ഒരു മോഷണമാണ്. എനിക്ക് തോന്നുന്നു ഡാനി, ഇവിടെ പ്രതി ഒരു അതിബുദ്ധി കാണിച്ചു. അതായത് ഈ ചാലക്കുടി വിട്ട് പുറത്തേക്ക് അന്വേഷണം പോകും എന്നുള്ളൊരു ഒരു അമിത ആത്മവിശ്വാസത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ പ്രതി വീട്ടിൽ തന്നെ ഒളിച്ചിരുന്നതല്ലേ? ഭവ്യ, ഏതാണ്ട് അതൊരു സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ആത്മവിശ്വാസം അതിന്റെ ഒരു കൂടുതൽ തന്നെയായിരിക്കും. കാരണം ഇതെല്ലാം തന്നെ ഇത്രയും പെട്ടെന്ന് നടത്തി, അതോടൊപ്പം തന്നെ അതിൽ പോലീസ് കൂടി, അതിൽ ആ ഒരു അതിബുദ്ധിക്ക് പോലീസ് കൂടി ഒരു ബാരിക്കേഡ് വെച്ചു എന്നത് തന്നെയാണ്. കാരണം ഈ രീതിയിൽ തന്നെ 2 ദിവസങ്ങളിലായിട്ട് പോലീസിന് മറ്റു വിവരങ്ങളിലെ അന്വേഷണം പുറത്തേക്ക് എന്ന രീതിയിൽ തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് മാധ്യമങ്ങളിലേക്ക് കിട്ടിയിരുന്ന ഒരു വിവരങ്ങളും. ജില്ലയ്ക്ക് പുറത്തേക്ക് കടന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു. എറണാകുളത്തേക്ക് വന്നു, എറണാകുളത്ത് നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത്തരം ഒരു വാർത്ത പോലും ഏത് രീതിയിലാണ് അവർ ഉപയോഗപ്പെടുത്തിയെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇയാൾക്ക് ഇതിനകത്ത് തന്നെയുണ്ട്, തൃശ്ശൂരിനകത്ത് തന്നെ ആ സമയം പോലീസ് അരിച്ചു പെറുക്കുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൃത്യമായ രീതിയിൽ തന്നെ ആദ്യ മണിക്കൂറുകളിൽ ഇയാൾ ഒരു ഇതര സംസ്ഥാനക്കാരനല്ല എന്ന് വ്യക്തമാവുകയും പോലീസിനെ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം എറണാകുളത്ത് അന്ന് വൈകുന്നേരങ്ങളിൽ ഈ റൂറൽ മേഖലകളിൽ പെരുമ്പാവൂർ, ആലുവ, അങ്കമാലി മേഖലയെല്ലാം തന്നെ പോലീസ് വലിയ രീതിയിൽ പരിശോധന നടത്തി. അത് ഇവിടേക്ക് ഇങ്ങനെ ഒരാൾ എത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം സംഭവിക്കുകയും തിരിച്ചു പോകാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് പോലീസ് തൃശൂർ മേഖലയിൽ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടത്തുകയും ചെയ്തു. പിന്നീട് ഇയാളെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതെങ്ങനെയെന്നും എന്താണെന്നും പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. എങ്ങനെ ഇയാളിലേക്ക് എത്തിയെന്നത്, ചില സാഹചര്യങ്ങളിൽ ഇയാളിലേക്ക് എത്താനുള്ള ലീഡ് ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇയാളിലേക്ക് പോലീസ് എത്തുകയും വളരെ കൈയോടുകൂടി പിടിക്കുക എന്ന രീതിയിലേക്ക് 10 ലക്ഷം രൂപ അയാളിൽ നിന്ന് കണ്ടെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. 5 ലക്ഷം രൂപ ചെലവഴിച്ചു. അത് എങ്ങനെ ആർക്ക് നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ വൈകാതെ പോലീസിൽ നിന്ന് വ്യക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരളം ഞെട്ടിക്കേട്ട ഒരു വാർത്ത തന്നെയായിരുന്നു ഈ ഒരു ബാങ്ക് റോബറി എന്ന് പറയുന്നത്, ഈ ഒരു ബാങ്ക് കൊള്ളയടിക്കൽ എന്ന് പറയുന്നത്. അതിന്റെ ഒരു 2 ദിവസം സത്യത്തിൽ പോലീസിനെ വട്ടം ചുറ്റിക്കുകയായിരുന്നു. അന്വേഷണത്തിലെ എല്ലാ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയും ഈ ഘട്ടത്തിൽ അതിനെ പോലീസിനെ വിമർശനം കേൾക്കേണ്ടി വന്നു. പക്ഷേ കൃത്യമായ രീതിയിൽ തന്നെ പ്രതിയിലേക്ക് ഈ ഘട്ടത്തിൽ എത്താൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഭവ്യ. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കൊള്ളക്കാരൻ പിടിയിലായിരിക്കുന്നുള്ള വളരെ സുപ്രധാനമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ചാലക്കുടി സ്വദേശിയായ റിജോ ആന്റണിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് പോലീസ് 10 ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്കിലെ ബാധ്യതയുള്ള കടം വീട്ടാനാണ് ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചതെന്നാണ് പ്രതിയുടെ ആദ്യ മൊഴി. ഇത് പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തായാലും കവർച്ച നടന്ന 3ാം ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ഡാനി പോളാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ സൈന്യത്തിന് നേരെ വെടിവെപ്പ്. ഗുൽപൂർ സെക്ടറിലെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള വനപ്രദേശത്ത് നിന്നാണ് ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെ ആക്രമണമുണ്ടായത്. ഇന്ത്യൻ സൈനികർ തിരിച്ചടിച്ചു. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യമാണോ, നുഴഞ്ഞുകയറാൻ അവസരം കാത്തിരിക്കുകയായിരുന്ന തീവ്രവാദികളാണോ എന്ന് വ്യക്തമല്ല. 2021 ഫെബ്രുവരി 25-ന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ പുതുക്കിയിരുന്നു. മനു ഭരത് ചേരും കൂടുതൽ വിശദാംശങ്ങളുമായി. മനു, വിശദാംശങ്ങൾ. ഭവ്യ, ഇത് ആരാണ് ഇത്തരത്തിൽ വെടിയുതിർത്തത് എന്നതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തതയായിട്ടില്ല. ഏതായാലും 18 റൗണ്ടാണ് നിയന്ത്രണ രേഖയ്ക്ക് മറുവശത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സൈന്യം തിരിച്ചടിച്ചു. ജമ്മു കശ്മീരിലെ ലൈറ്റ് ഇൻഫൻട്രി റെജിമെൻ്റാണ് ശക്തമായ തിരിച്ചടി നൽകിയത്. 60 റൗണ്ടുകൾ അങ്ങോട്ടേക്ക് വെടിയുതിർക്കുകയും ചെയ്തു. ഏതായാലും ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായെങ്കിലും അത് വളരെ ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞു എന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ആളപായമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ശക്തമായി തന്നെ അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ഏതായാലും ആ പ്രദേശം മുഴുവൻ വളരെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്.
ഈ അതിർത്തി വഴി തീവ്രവാദ സംഘങ്ങളിലെ ആളുകൾ നുഴഞ്ഞു കയറാൻ നടത്തിയ ഒരു ശ്രമമാണോ ഇത് എന്ന സംശയവും ഇന്ത്യൻ സേനയ്ക്കുണ്ട്. ഏതായാലും 2021 ഈ കരാർ പുതുക്കിയ സാഹചര്യത്തിൽ പിന്നീട് അതിർത്തിയിൽ ഇത്തരം നിയമലംഘനങ്ങൾ പാകിസ്ഥാൻ നല്ല തോതിൽ കുറച്ചിരുന്നു. പക്ഷേ വീണ്ടും ഇത് ആരംഭിക്കുന്നു എന്നത് ചെറിയ തോതിൽ ആശങ്കയ്ക്ക് വഴി നൽകുകയും ചെയ്യുന്നു. ഏതായാലും കഴിഞ്ഞ ആഴ്ച സമാനമായ തരത്തിൽ ചില ആക്രമണങ്ങൾ അതിർത്തിക്ക് അപ്പുറത്തു നിന്നുണ്ടായി. ഈ ഘട്ടത്തിൽ ഈ അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്താനാണ് സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. പാക് സൈന്യത്തിൻ്റെ പിന്തുണ ഈ ആക്രമണത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ഏതായാലും നഖാർകോട്ടിലെ 24 AK ബറ്റാലിയൻ ആണ് പാകിസ്ഥാൻ്റെ ആ പ്രദേശം കയ്യേറിയിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ കശ്മീർ ഭാഗം ഇന്ത്യൻ കശ്മീരിനെ അധിനിവേശപ്പെടുത്തി കൈവശം വെച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ 24 AK ബറ്റാലിയനാണ് അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മേഖലയിൽ നിന്നാണ് ശക്തമായ ആക്രമണം ഉണ്ടായത്. ഏതായാലും അതിന് കനത്ത തിരിച്ചടി തന്നെ ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം. തുടർന്ന് ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ പ്രദേശം മുഴുവൻ ശക്തമായ സുരക്ഷാ സംവിധാനം തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ സൈന്യത്തിന് നേരെ വെടിവെപ്പ്. ഗുൽപൂർ സെക്ടറിലെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള വനപ്രദേശത്ത് നിന്നാണ് ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെ ആക്രമണം നടന്നത്. മനു ഭരത്താണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 18 പേർ മരിച്ച സംഭവത്തിൽ 2 അംഗ ഉന്നതതല സമിതി അന്വേഷണം ആരംഭിച്ചു. അതേസമയം റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. അപകടം മറച്ചുവെക്കാൻ ശ്രമം നടന്നു എന്നും ആരോപിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അശ്വിനി വൈഷ്ണവിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ അപകടം അന്വേഷിക്കാൻ രൂപീകരിച്ച 2 അംഗ സമിതി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനും തെളിവുകൾ ശേഖരിക്കാനും തുടങ്ങി. ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തും. അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി വൈകാതെ സമർപ്പിക്കുമെന്ന് നോർത്തേൺ റെയിൽവേ പ്രിൻസിപ്പൽ ചീഫ് കൊമേഴ്ഷ്യൽ മാനേജർ നർസിംഗ് ദിയോ വ്യക്തമാക്കി. തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച 18 പേരിൽ 5 പേർ ശ്വാസം കിട്ടാതെ തന്നെയാണ് മരിച്ചത് എന്ന് വ്യക്തമായതായി RML ആശുപത്രി അധികൃതർ അറിയിച്ചു. പരിക്കേറ്റതിനെ തുടർന്ന് LJP ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 15 പേരെ ഡിസ്ചാർജ് ചെയ്തു. സംഭവത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ വിവരങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം റെയിൽവേ DCPയുടെ ഓഫീസിൽ ചേർന്നു. അതേസമയം റെയിൽ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളോ സ്ഥലത്ത് സുരക്ഷാ സേനയോ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേത് ആരോപിച്ചു. വാക്കുകൾക്കതീതമായ ദുരന്തം എന്ന് സംഭവത്തെ വിശേഷിപ്പിച്ച TMC രാജ്യസഭാ ഉപനേതാവ് സാഗരിക ഘോഷ് സർക്കാർ ഇന്ത്യൻ പൗരന്മാരുടെ ജീവിതം കൊണ്ട് കളിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. ശനിയാഴ്ച രാത്രി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും 5 കുട്ടികൾ ഉൾപ്പെടെ 18 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കുംഭമേളയ്ക്ക് പോകാനെത്തിയവരുടെ അനിയന്ത്രിതമായ തിരക്കാണ് അപകടത്തിന് കാരണം. ട്രെയിൻ പുറപ്പെടുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണെന്ന അഭ്യൂഹം പ്രചരിച്ചതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. തുടർന്നാണ് വീഴ്ചകൾ അന്വേഷിക്കാൻ 2 അംഗ ഉന്നതതല സമിതിയെ റെയിൽവേ നിയോഗിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള 3ാമത്തെ വിമാനം ഇന്നെത്തും. 157 ഇന്ത്യക്കാരെയാണ് തിരിച്ചയക്കുന്നതെന്നാണ് വിവരം. മോദി അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെ അനധികൃത കുടിയേറ്റക്കാരുടെ 2ാമത്തെ സംഘത്തെ ട്രംപ് ഭരണകൂടം തിരിച്ചയച്ചിരുന്നു. 116 ഇന്ത്യക്കാരെയാണ് ഇന്നലെ തിരിച്ചെത്തിച്ചത്. ശശി തരൂരും UDFും നേർക്കുനേർ പോരിലേക്ക്. മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും UDF കൺവീനറും വാർത്താ സമ്മേളനം നടത്തി. ശശി തരൂരിനെ വിമർശിച്ചപ്പോൾ താൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന മറുചോദ്യവുമായി തരൂരും മാധ്യമങ്ങളെ കണ്ടു. തന്നോട് ആരും വിശദീകരണം ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അപേക്ഷ കൊടുത്ത ആളുകൾ എത്ര കാലം കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം നേരിട്ട് അവരോടത് അന്വേഷിച്ചിട്ട് ഇത് എഴുതിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ ഒരു പാർട്ടിയുടെ MP, കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയിലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ. അതുപോലെ വമ്പിച്ച മാറ്റം കേരളത്തിൽ വ്യവസായ രംഗത്ത് വരുത്തിയത്, ഇൻവെസ്റ്റ്മെന്റ് രംഗത്ത് വരുത്തിയത് UDF ഗവൺമെന്റുകളാണ്. ഏത് സ്റ്റാർട്ടപ്പ് വരണമെങ്കിലും ഏത് IT ഡെവലപ്മെന്റ് വരണമെങ്കിലും ഒക്കെ
ക്വാളിഫൈഡായ ടെക്നിക്കലായ ആളുകൾ പാസ്സായി വരണം. എഞ്ചിനീയറിംഗ് കോളേജുകൾ വേണ്ടേ, പ്രൊഫഷണൽ കോളേജുകൾ വേണ്ടേ? ആ പ്രൊഫഷണൽ കോളേജിനെതിരായി അന്നത്തെ ഇടതുപക്ഷ സമരം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, രക്തരൂക്ഷിതമായ സമരം. അതിനെ മറികടന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തത്. ഇന്നലെ രാത്രി നിലപാട് അല്പം മയപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ ശശി തരൂർ യുദ്ധത്തിനില്ല എന്ന പ്രതീതി ഉയർന്നിരുന്നു. UDF സർക്കാരുകളുടെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതിനിടെ വീണ്ടും ശശി തരൂരിന്റെ പോസ്റ്റ് വന്നു. രണ്ടിലും ഉള്ളടക്കം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ. പക്ഷേ പിന്നീട് മാധ്യമങ്ങളെ കണ്ട ശശി തരൂർ നിലപാട് കടുപ്പിക്കുന്നതാണ് കണ്ടത്. ഇന്നലെ പ്രതിപക്ഷ നേതാവും ഇന്ന് UDF കൺവീനറും പറഞ്ഞതല്ല പാർട്ടി നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആകെ രണ്ടുപേര് വിളിച്ചിരിക്കുന്നത് എന്റെ പാർട്ടിയുടെ അകത്തുനിന്ന് KPCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയും രണ്ടാളും പറഞ്ഞു, മാധ്യമക്കാർ പറഞ്ഞതൊന്നും സത്യമല്ല, ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ എതിരെ നിങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ, ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അവരെ ഒഴിച്ചിട്ട് വേറെ ആരുടെയും നിലപാട് പറയാൻ പ്രവർത്തക സമിതി പദവി തടസ്സമാണെങ്കിൽ അതും വേണ്ട. ഇതുവരെ ആരും എന്നെ വിളിച്ചു പറയട്ടെ, ആരും വിളിച്ചു പറഞ്ഞേ, മാധ്യമക്കാർ എന്ത് വേണമെങ്കിൽ ഇറക്കിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ്, ആൾക്കാർ എന്നെ വിളിച്ചാവശ്യപ്പെട്ടാൽ ഞാൻ അത് കേൾക്കാം. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ഉദ്ധരിച്ചാണ് താൻ ലേഖനം എഴുതിയത്. അത് തെറ്റാണെങ്കിൽ തെളിയിക്കാൻ കൂടി പരോക്ഷമായി വെല്ലുവിളിക്കുന്നു തിരുവനന്തപുരം MP. എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും CPM-നെയും പുറത്ത് അത് ചെയ്തിട്ടില്ല, ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാം, അത് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് വേറെ ഏത് മേഖലയും കുറിച്ച് തൊട്ടിട്ടില്ല. ഒരു കാര്യം മാത്രം, സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതും ഇംഗ്ലീഷിലാണ് എഴുതിയത്, വായിച്ചു നോക്കിയാൽ അറിയാം. മൂന്നാമത്തത്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവ് ആയിരുന്നു, ഇപ്പൊ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ നിങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ന്യൂസ് 18 തിരുവനന്തപുരം. വിമർശകർക്ക് മുന്നിൽ കീഴടങ്ങാനില്ലെന്ന് വ്യക്തമാക്കി ശശി തരൂർ നിലപാട് കടുപ്പിച്ചതോടെ അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്നുമുള്ളതിൽ കരൂർ പാർട്ടി വിട്ടേക്കുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ വരെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. ഇനിയും എനിക്ക് എന്റെ കൈയക്ഷരത്തിൽ ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ഇനിയും പറയാൻ സമയമുണ്ട്. ലേഖന വിവാദത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും UDF കക്ഷി നേതാക്കൾക്കുമുള്ള തരൂരിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഈ വാക്കുകൾ. നിലപാട് മാറ്റില്ലെന്നും പറയാനുള്ളത് ഇനിയും ഉറച്ചു പറയുമെന്നും ശശി തരൂർ പറഞ്ഞു വെക്കുന്നതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായക ഇടപെടലുകൾക്ക് ഒരുങ്ങുകയാണെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ. പ്രവർത്തക സമിതി അംഗമെന്ന പദവി ഉപയോഗിച്ച് പുനഃസംഘടനാ വിഷയത്തിലടക്കം നിലപാട് വ്യക്തമാക്കി സംസ്ഥാനത്ത് സജീവമാകാനുള്ള നീക്കമാണ് തരൂർ നടത്തുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. അതേസമയം നേതൃത്വത്തെ ചൊടിപ്പിച്ചുകൊണ്ട് പാർട്ടി വിടാനുള്ള ശ്രമമാണ് തരൂർ നടത്തുന്നതെന്നാണ് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ മറ്റൊന്ന്. ശശി തരൂർ MP സ്ഥാനം രാജിവെക്കുമെന്നും BJP പിന്തുണയോടെ രാജ്യസഭാംഗമാകുമെന്നും അങ്ങനെ കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നുമൊക്കെ വിശ്വസിക്കുന്ന നേതാക്കളുമുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ. ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ ശശി തരൂർ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചേക്കുമെന്നും മറ്റു ചില പദവികൾ ലക്ഷ്യമാക്കിയാണ് അദ്ദേഹത്തിന്റെ നിലവിലെ നീക്കങ്ങളെന്നും കോൺഗ്രസ് ക്യാമ്പിൽ ചർച്ചയുണ്ട്. തരൂരിന് മുമ്പിലെ സാധ്യതകൾ ഇങ്ങനെ ചർച്ചകളിൽ നിറയുമ്പോഴും കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് വികസന വിഷയങ്ങളിലെ മുൻ നിലപാടുകൾ അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അതിന് രാഷ്ട്രീയത്തിനതീതമായ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന വിലയിരുത്തലിലാണ് തരൂർ ക്യാമ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ശശി തരൂരിനെ വിമർശിക്കാതെയും സർക്കാരിനെ പരിഹസിച്ചും KPCC അധ്യക്ഷൻ K സുധാകരൻ. കേരളത്തിൽ ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടായത് കോഴിക്കടകളും തട്ടുകടകളും ചേർത്താണെന്നാണ് K സുധാകരന്റെ പരിഹാസം. പുതിയ 2.90 ലക്ഷം സംരംഭങ്ങളുടെ പട്ടിക പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നെന്നും K സുധാകരൻ പ്രസ്താവനയിൽ പറഞ്ഞു. തരൂരിന്റെ പുകഴ്ത്തൽ ഇടതു കേന്ദ്രങ്ങൾ ആയുധമാക്കുകയാണ്. ശശി തരൂരിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി. ശശി തരൂരിന്റേത് കേരളത്തിന്റെ നേട്ടത്തെ തുടർന്നുള്ള സ്വാഭാവിക പ്രതികരണമാണ്. നശീകരണ വാസനയുള്ള ചിലർ അത് വിവാദമാക്കിയെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു.
തരൂരിന്റെ പരാമർശം വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് EP ജയരാജനും പറഞ്ഞു. തരൂരിനെ പുകഴ്ത്തി AK ബാലനും രംഗത്തെത്തി. വ്യവസായ രംഗത്തെ മാറ്റത്തെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞത് വസ്തുത മാത്രമെന്നും അത് അംഗീകരിക്കണമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത സമീപനം തെറ്റാണ്. കേരളം നല്ലതെന്ന് പറഞ്ഞാൽ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. തിരിച്ചെത്താം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനെന്ന് മുസ്ലിം ലീഗ്. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി കോൺഗ്രസ് ഒറ്റയ്ക്കല്ല തീരുമാനിക്കുക. ലീഗിന് പറയാനുള്ളത് സമയമാകുമ്പോൾ പറയുമെന്നും PMA സലാം Q18 പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് ഇത് അറിഞ്ഞ് ചെയ്യട്ടെ. ഇപ്പോൾ അങ്ങനെയാണോ ലീഗ് മനസ്സിൽ വിചാരിക്കുന്നത്? തർക്കത്തിന് ഞങ്ങളില്ല, പക്ഷെ കോൺഗ്രസ് ഇത് അറിഞ്ഞു ചെയ്യട്ടെ. ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം, അത് കോൺഗ്രസ് അറിഞ്ഞ് ചെയ്യണം. അങ്ങനെ ലീഗ് ആഗ്രഹിക്കുന്നു. അത് ആ ഒരു മര്യാദയാണോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ UDFനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ എല്ലാ ഘടകകക്ഷികളും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെയുള്ള എല്ലാ ഘടകകക്ഷികളും പരസ്പരം ആലോചിച്ചിട്ടാണ് തീരുമാനമെടുക്കുക. ആ തീരുമാനമെടുക്കുമ്പോൾ മൊത്തത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും പൊതു അഭിപ്രായം എന്താണോ അതിനോടൊപ്പം ലീഗ് നിൽക്കും. ജനറൽ സാഹിബ് യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ യോഗ്യനാണ് എന്നതല്ലാതെ മറ്റൊരു മറുപടിയില്ല. യോഗ്യനാകലും അത് ആവശ്യപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് പന്ത് കോൺഗ്രസിന്റെ കോർട്ടിലാണെന്നാണോ ലീഗ് പറയാതെ? കോൺഗ്രസ് ഒറ്റയ്ക്കല്ലല്ലോ ഈ തീരുമാനം എടുക്കുക, ചർച്ച ചെയ്തിട്ടേ തീരുമാനം എടുക്കും. കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയും, മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം പറയും, കേരള കോൺഗ്രസും RSPയും CMPയും ഒക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയും. എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് ഒരു തീരുമാനത്തിലെത്തും. അത്രയും സീനിയർ ആയിട്ടുള്ള, ഇത്രയും പ്രവർത്തന പരിചയമുള്ള PK കുഞ്ഞാലിക്കുട്ടി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിനേക്കാളും വളരെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാവുക. അത് ലീഗിന് കുഴപ്പമില്ല എന്നാണോ? അല്ലെങ്കിൽ ലീഗ് അത് അംഗീകരിക്കും, പ്രത്യേകിച്ച് ഒരു തർക്കമോ ആവശ്യമോ ഉന്നയിക്കാതെ എന്നാണോ? അല്ല, അതൊക്കെ അതാത് സമയത്തല്ലേ നമ്മൾ ചർച്ച ചെയ്യുക. നമ്മൾ ആര് മുഖ്യമന്ത്രിയാവുമെന്നൊക്കെ ഇപ്പോൾ കണക്കൂട്ടാൻ പറ്റും. കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കും, അതിനനുസരിച്ചുള്ള ചർച്ചകൾ നടക്കും. അപ്പോൾ ലീഗിന് പറയാനുള്ളത് ലീഗ് പറയും. അതെന്ത് പറയണം, എങ്ങനെ പറയണമെന്നൊക്കെ സംസാരങ്ങൾ നടക്കുമ്പോഴേ തീരുമാനിക്കാൻ പറ്റൂ. മുസ്ലിം ലീഗിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന യൂത്ത് ലീഗ് നിലപാട് തള്ളി മുസ്ലിം ലീഗ്. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ജനറൽ സെക്രട്ടറി PMA സലാം. സോണിയാഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിൽ ആരുണ്ട്? പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായതുകൊണ്ടാണ് വൃന്ദ കാരാട്ട് പോളിറ്റ് ബ്യൂറോയിലെത്തിയതെന്നും സലാം. നാസ വരെ സ്ത്രീകൾക്ക് പോകാം. മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് അങ്ങനെ ഒരു വനിതാ നേതാവ് വരണ്ട എന്ന് ലീഗ് കരുതുന്നു. ഇല്ലല്ലോ. ഏത് പാർട്ടിക്കാണുള്ളത്? നിങ്ങൾ എന്തിനാ മുസ്ലിം ലീഗിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഏറ്റവും വലിയ സ്ത്രീ സമത്വത്തിന് വേണ്ടി പോരാടുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര പേരുണ്ട്? ഇതുവരെ പ്രകാശ് കാരാട്ട് എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറും അഖിലേന്ത്യാ സെക്രട്ടറിയുമായ ഒരു വ്യക്തിയുടെ ഭാര്യയല്ലാതെ രണ്ടാമതൊരു സ്ത്രീ വന്നിട്ടുണ്ടോ? ഒറ്റ സ്ത്രീ. കോൺഗ്രസ്സിൽ സോണിയാജി അല്ലാതെ വേറൊരാൾ വന്നിട്ടുണ്ടോ? എല്ലാ പാർട്ടികളുടെ സ്ത്രീ എന്താ? പകുതിയിലധികം ജനസംഖ്യയിൽ മോർ ദാൻ 50% എന്ന് പറഞ്ഞാൽ പകുതിയിലധികം സ്ത്രീകളാണ്. ഏത് പാർട്ടിയുടെ MLA-മാരിലാണ് 50%, പോട്ടെ 25%, 10% സ്ത്രീകളുള്ളത്? CPM-ന് പക്ഷേ എത്രയോ വനിതാ മന്ത്രിമാരുണ്ടാകുന്നു. എത്രയോ? എവിടെയാ? 20 മന്ത്രിമാരിൽ ഒരു സ്ത്രീ ഉണ്ടാവും. അതാണോ മോർ ദാൻ 50%-ന്റെ പ്രാതിനിധ്യം? ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഒരു സ്ത്രീ അല്ലല്ലോ ഉള്ളത്, 2 പേര്. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ലീഗിന് ആരുണ്ട്? എത്ര പേരുണ്ട്? ഞങ്ങളെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിച്ചില്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിൽ വനിതകളില്ലേ? ഞങ്ങളെ യൂത്ത് വിങ്ങിൽ വനിതാ ഭാരവാഹികളില്ലേ? MSF-ൽ വനിതാ ഭാരവാഹികളില്ലേ? STU-വിൽ വനിതാ ഭാരവാഹികളില്ലേ? മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന പരിഗണന മുസ്ലിം ലീഗും നൽകുന്നുണ്ട്. വൃന്ദ കാരാട്ട് പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് പോളിറ്റ് ബ്യൂറോയിൽ ഇടം പിടിച്ചത് എന്നാണ് ലീഗ് പറയുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് വേറൊരു സ്ത്രീ വന്നില്ല?
അല്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരു സ്ത്രീ വന്നില്ല? പിണറായി വിജയൻ്റെ രണ്ടാം ഊഴത്തിൽ KK ശൈലജ ടീച്ചർ അവരുടെ മഹത്തായ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് മന്ത്രി പോലും ആക്കാതെ മാറ്റി നിർത്തിയത്? അതിലൊന്നും സ്ത്രീ അവകാശ ധ്വംസനം നിങ്ങൾ കാണുന്നില്ല. ആശാവർക്കർമാരെ ചിലർ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതായി ധനമന്ത്രി KN ബാലഗോപാൽ. ആശാവർക്കർമാരുടെ കാര്യത്തിൽ LDF-നും കേരള സർക്കാരിനുമുള്ള താൽപര്യം അവരെ കുത്തി ഇളക്കി വിടുന്നവർക്ക് ഉണ്ടാകില്ല. കേന്ദ്രം പണം തരാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ധനമന്ത്രി. ഈ പറഞ്ഞ ആശാവർക്കർമാരെ കൊണ്ട് സംഘടിപ്പിച്ചു വരുന്ന ആളുകൾ, ആ പാവപ്പെട്ട തൊഴിലാളികളോട് നമുക്ക് അങ്ങേയറ്റം ന്യായമായ പിന്തുണയുണ്ട്. അവരോട് പറയണ്ടേ, ഇത് നരേന്ദ്രമോദി ഗവൺമെൻറ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല, അതുപോലെ സമയത്ത് കൊടുക്കുന്നില്ല. ഒരു വർഷത്തെയൊക്കെ കുടിശ്ശിക പലപ്പോഴും കൊടുക്കാതിരിക്കുമ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് പറയണ്ടേ. അപ്പോൾ ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ട് അവരെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിനും LDF-നും ഉള്ളതിന് അത്രയൊന്നും താല്പര്യം ഇതിനകത്ത് അവരെ കുത്തിയിളക്കി വിടുന്ന ഏജൻസികൾക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാനത്ത് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന ഓണറേറിയമാണെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ അറിയിച്ചു. ടെലഫോൺ അലവൻസ് ഉൾപ്പെടെ 13,200 രൂപ വരെ ആശാപ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിൽ സ്ഥിരം ജോലിയായല്ല ഇവർ നിയമിക്കുന്നത്. അതിനാൽ അവർക്ക് സ്ഥിരം ശമ്പളമല്ല, മറിച്ച് ആരോഗ്യ സേവനങ്ങൾക്കുള്ള ഇൻസെന്റീവായിട്ടാണ് ഓരോ മാസം നൽകുന്നത്. ആശാവർക്കർമാർക്ക് 7,000 രൂപ മാത്രമാണ് കിട്ടുന്നതെന്ന പ്രചാരണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും നാഷണൽ ഹെൽത്ത് മിഷൻ വ്യക്തമാക്കി. ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിശോധിക്കാൻ കമ്മിറ്റി രൂപീകരിച്ചതായി മന്ത്രി വീണ ജോർജ്. കമ്മിറ്റി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ആശാവർക്കർമാരുടെ ആവശ്യത്തോട് അനുകൂലമായ സമീപനമാണ് സർക്കാരിനെന്നും രാജ്യത്ത് കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ആശമാരുടെ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് ആരോഗ്യ വകുപ്പിന് അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് ഉള്ളത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മുടെ ആശമാർക്ക് സംസ്ഥാനങ്ങൾ നൽകുന്ന ഓണറേറിയം സംബന്ധിച്ച കാര്യം. അപ്പോൾ സംസ്ഥാനത്തിന്റെ ഓണറേറിയവും അതുകൂടാതെ ലഭിക്കുന്ന ഇൻസെന്റീവുകളുമാണ് ആശമാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വേതനം. സംസ്ഥാനത്തിന്റെ ഷെയർ ഏറ്റവും കൂടുതൽ രാജ്യത്ത് നൽകുന്നത് കേരളമാണ്. അനേക വർഷങ്ങളായി കേന്ദ്രം നൽകുന്ന ഇൻസെന്റീവ് ഉയർത്തിയിട്ട്, അപ്പൊ ഞാൻ നൽകിയ നിവേദനങ്ങളിൽ ഒന്നാമതായി എഴുതിയിരുന്നത് ആശമാരുടെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം കേന്ദ്രം നൽകുന്നത് 2,000 രൂപയാണ്. അപ്പോ അത് ഉയർത്തണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് മിനിസ്റ്ററും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്, കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. അതേസമയം സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 7 ദിവസം പിന്നിടുകയാണ്. വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുന്നതിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. ഇടുക്കിയിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമാകുന്നു. മൂന്നാർ കന്നിമലയിൽ ഇറങ്ങിയ പടയപ്പ ബൈക്ക് യാത്രികരെ ആക്രമിച്ചു. ഒരു വഴിയോര കടയും തകർത്തു. അതേസമയം ചിന്നക്കനാലിൽ ഇറങ്ങിയ ചക്കക്കൊമ്പൻ തകർത്തത് 2 വീടുകളാണ്. കാട്ടാനകളുടെ ആക്രമണ ഭീതിയിലാണ് ഇടുക്കി. കാട്ടാനകളായ പടയപ്പയും ചക്കക്കൊമ്പനും നാട്ടിലിറങ്ങി മനുഷ്യരെ ഉപദ്രവിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണിക്ക് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഇറങ്ങിയ പടയപ്പ ഒരു വഴിയോരക്കട തകർത്തു. അരമണിക്കൂറോളം റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി. ഇന്നലെ രാത്രിയിൽ മൂന്നാർ ഉദുമൽപെട്ട് അന്തർ സംസ്ഥാന പാതയിൽ നിലയുറപ്പിച്ച കാട്ടാന ബൈക്ക് യാത്രികരെ ആക്രമിച്ചു. ബാലദണ്ഡൻ, വിഘ്നേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആന മതപ്പാടിലാണെന്നും ജാഗ്രത പാലിക്കണമെന്നും വനം വകുപ്പ് അറിയിച്ചു. அவங்களுக்கு அடிபட்டு இப்போ முடியாத பட்சத்துக்கு எந்திரிச்சு நடக்க முடியாது. தகுந்த சிகிச்சைகளை அவங்களுக்கு எடுத்து கொடுக்கணும். அவங்களுக்குள்ள உத்தரவாதங்களை அரசாங்கமும் இந்த ஃபாரஸ்ட் டிபார்ட்மெண்ட் எல்லாமே எடுத்து செஞ்சு நல்ல விதத்தில் கொண்டு வரணும். அவங்களுக்கு பின்னோக்கி நிற்கிறதுக்கு உண்டான ஆட்கள் யாரும் இல்லை. அப்பா இல்லை, அம்மாவும் வேலை இல்லை, எஸ்டேட்டில் வேலை வாய்ப்பு இல்லை. இந்த பயல்களும் இருக்கிற என் தம்பிமாரு தான் எஸ்டேட்டில் இல்லாமல் வந்து இங்கே ஜவுளி கடையில் வேலை செஞ்சு தான் குடும்பத்தை காப்பாற்றி கொண்டு போயிட்டு இருக்காங்க. அதுக்கு உண்டான உத்தரவாதத்தை இந்த அரசாங்கமும் ஃபாரஸ்ட் டிபார்ட்மெண்ட்டும் எல்லாம் எடுத்து செஞ்சுதான் அவங்களோட சிகிச்சை ட்ரீட்மெண்ட் எல்லாத்தையுமே நீங்க தான் பார்த்து செஞ்சு கொடுத்துருக்கணும். ചിന്നക്കനാലിൽ ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത്. ചിന്നക്കനാൽ 301-ൽ 2 വീടുകൾ ആക്രമിച്ച് തകർത്തു. കല്ലുപറമ്പ് സാവിത്രിയുടെയും ലക്ഷ്മിയുടെയും വീടുകളാണ് തകർന്നത്. 2 വീടുകളിലും ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. സാവിത്രിയുടെ വീടിന്റെ അടുക്കള ഭാഗവും ലക്ഷ്മിയുടെ വീടിന്റെ മുൻവശവുമാണ് കാട്ടാന തകർത്തത്. പ്രദേശത്തെ കൃഷിയും നശിപ്പിച്ചു. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം മൂത്തേടം നെല്ലിക്കുത്തിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി പരത്തി കാട്ടാന. പെരുങ്കൊല്ലംപറ ജുമാ മസ്ജിദിന്റെ ഉടമസ്ഥതയിലുള്ള കവുങ്ങിൻ തോട്ടത്തിലാണ് കൊമ്പൻ വീണ്ടും എത്തിയത്. വെള്ളിയാഴ്ച രാവിലെയും പ്രദേശത്ത് കൊമ്പന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രദേശത്തെ തോട്ടങ്ങളിലെ തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കാർഷിക വിളകൾ ആന നിരന്തരം നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറഞ്ഞു.
കൊല്ലം തെന്മല പാലരുവിയിൽ വിനോദസഞ്ചാരികൾ അടക്കം 20 പേർക്ക് കാട്ടുകടന്നലിന്റെ കുത്തേറ്റു. 5 ഗാർഡുമാർക്കും 15 വിനോദസഞ്ചാരികൾക്കുമാണ് പരിക്കേറ്റത്. പാലരുവിക്കുള്ളിലെ ക്യാന്റീന് സമീപത്ത് വെച്ചാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണമുണ്ടായത്. രക്ഷിക്കാനെത്തിയ സുരക്ഷാ ജീവനക്കാർക്കും കുത്തേൽക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആര്യങ്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാദാപുരം വാഴമലയിൽ വൻ തീപിടുത്തം. 50 ഏക്കറോളം കൃഷിഭൂമി കത്തിനശിച്ചു. റബ്ബർ, തെങ്ങ്, വാഴ തുടങ്ങിയ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ കത്തിനശിച്ചു. തീ അണച്ചെങ്കിലും കൃഷിയിടത്ത് പല ഭാഗത്തു നിന്നും ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. അത് വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. അഗ്നിബാധയെ തുടർന്ന് കർഷകർക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായത്. ജില്ലയിൽ നിന്നാണ് ഇന്നലെ തീ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇത് എത്ര ഏക്കറുകൾ ഉണ്ടെന്നുള്ള കറ്റായിട്ട് അറിഞ്ഞുകൂടാ. അതായത് അങ്ങേ ഭാഗത്തുനിന്ന് ഇന്നലെ കുറച്ചുകാരും എല്ലാവരും വന്ന് തീ കെടുത്തിയെന്ന് പറയുന്നുണ്ട്. ഇന്നാണ് ഇവിടെ മൊത്തത്തിൽ വ്യാപിച്ചത്. ഇപ്പോൾ തീ പോഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട് ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന്റെ ജനകീയ ഉദ്ഘാടന ചടങ്ങ് സംഘർഷത്തിൽ കലാശിച്ചു. 8 വർഷത്തോളം നിരവധി പ്രതിഷേധങ്ങളും നിവേദനങ്ങളും സമരങ്ങളും നടത്തിയതിനു ശേഷമാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 കോടി രൂപ ചെലവിൽ റോഡ് പണി പൂർത്തീകരിച്ചത്. ജനകീയ ഉദ്ഘാടന പ്രഖ്യാപനവുമായി എത്തിയ ജനകീയ സമിതിയും സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തേക്ക് റോഡ് ഉദ്ഘാടന വിളംബര ജാഥ നടത്തിയ പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. റോഡ് നാളെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കെയാണ് സംഘർഷം. കൊല്ലം കൊട്ടാരക്കരയിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് വെട്ടേറ്റു. ആക്രമണത്തിൽ 7 മാസം പ്രായമായ കുഞ്ഞിനും അമ്മയ്ക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. പള്ളിക്കൽ മൈലം മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു കുടുംബത്തിന് നേരെ ആക്രമണമുണ്ടായത്. വടിവാൾ, കമ്പിവടി എന്നിവ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ സത്യൻ, ഭാര്യ ലത, ഇവരുടെ മകൻ അരുൺ എന്നിവർക്ക് പരിക്കേറ്റു. അരുണിന്റെ ഭാര്യ അമൃതയെ തള്ളി താഴെയിട്ടത് മൂലം കയ്യിലിരുന്ന 7 മാസം പ്രായമുള്ള കുട്ടിക്കും പരിക്കുണ്ട്. ക്ഷേത്രത്തിന് സമീപമുള്ള വഴിയിൽ പതിയിരുന്നവർ കുടുംബത്തെ ആക്രമിക്കുകയായിരുന്നു. അമ്പലം തൊഴുത് കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നപ്പോ എല്ലാവരും ചേർന്ന് കുറെ തല്ലി. എന്റെ ഭർത്താവിനെ കഴുത്ത് നോക്കി വാളെടുത്ത് കിട്ടി. അമ്മയും അച്ഛനെ കുറെ തല്ലി. അവര് കേസ് കൊടുത്ത് ഞങ്ങൾ പ്രതികളായതാണ്. ആ വൈരാഗ്യത്തെ പൊങ്കാലയ്ക്ക് വീണ്ടും ഞങ്ങളെ വെട്ടിയത് മോനെ, എന്നെയും ഭർത്താവിനെയും മരുമോളെ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ. തലയ്ക്കും കഴുത്തിനും വെട്ടേറ്റ അരുണിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സത്യന്റെ കൈക്കും കാലിനും വെട്ടേറ്റു. ഇയാളെയും ഭാര്യയെയും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 വർഷം മുൻപ് ഉത്സവ കെട്ടുകാഴ്ചക്കിടെ ഇരുകൂട്ടരും തമ്മിലടിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരന് ക്രൂരമർദ്ദനം. കോട്ടയം പരുത്തുംപാറ പാറക്കുളത്തായിരുന്നു സംഭവം. അപകടത്തിൽപ്പെട്ട കാറിൽ യാത്ര ചെയ്തവരാണ് യുവാവിനെ മർദ്ദിച്ചത്. പാത്താമുട്ടം സെന്റ് ഗിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിക്ക് നേരെയാണ് അതിക്രമം. തിരുവനന്തപുരം കാട്ടാക്കട കുട്ടിച്ചലിൽ VHSC വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് നാളെ സ്കൂൾ അധികൃതരുടെയും സഹപാഠികളുടെയും മൊഴി രേഖപ്പെടുത്തും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. ക്ലർക്കിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് കുട്ടി ജീവനൊടുക്കിയെന്നാണ് പരാതി. ക്ലർക്ക് സനലിനെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. സ്കൂളിലെ ക്ലർക്ക് സനൽകുമാറിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് മരിച്ച എബ്രഹാം ബെൻസന്റെ കുടുംബത്തിന്റെ ആവശ്യം. സനലിന്റെ മോശം പെരുമാറ്റമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് സഹപാഠികൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. VHSC ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് സനലിനെ കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇയാൾ ഒളിവിലാണ്. നിലവിൽ ആരെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടില്ല. നാളെ സ്കൂൾ അധികൃതരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. നേരത്തെ ജോലി ചെയ്തിരുന്ന സ്കൂളുകളിലും സനൽ മോശമായി പെരുമാറിയതായുള്ള വിവരം പുറത്തു വന്നിരുന്നു. സനലിനെതിരെയാണ് സ്കൂളിലെ പ്രധാന അധ്യാപിക റിപ്പോർട്ട് നൽകിയത്. സനലിനെതിരെ പോലീസ് നടപടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് BJP പ്രാദേശിക നേതൃത്വം അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ച മന്ത്രി വി ശിവൻകുട്ടി. സംവിധാനങ്ങൾ ഉണ്ടായിട്ടും റാഗിംഗ് പൂർണ്ണമായി ഇല്ലാതാക്കാനായിട്ടില്ല. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും റാഗിംഗ് വിരുദ്ധ സെല്ലുകൾ കൊണ്ടുവരുന്ന കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുകയാണെന്നും ഇതിന്റെ ഘടനാ പ്രവർത്തനം എന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമിതി നിയോഗിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ഒരിടവേള കൂടി.
തിരികെ വാർത്തയിലേക്ക്. സിനിമാ നിർമ്മാതാക്കൾക്കിടയിൽ തർക്കത്തിൽ മഞ്ഞുരുക്കമായില്ല. മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആന്റണി പെരുമ്പാവൂർ, ജി സുരേഷ് കുമാർ പോര് പിന്നണിയിലും തുടരുകയാണ്. താരങ്ങളുടെ ഉയർന്ന പ്രതിഫലമാണ് സിനിമാ വ്യവസായത്തിലേക്ക് പ്രതിസന്ധിക്ക് കാരണമെന്ന നിർമ്മാതാക്കളുടെ വാദത്തെ പിന്തുണച്ച് ശ്രീകുമാരൻ തമ്പിയും രംഗത്തെത്തി. അതേസമയം സമരം തുടങ്ങുമെന്ന പ്രഖ്യാപനത്തിൽ ഉറച്ചു തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ആന്റണി പെരുമ്പാവൂർ, ജി സുരേഷ് കുമാർ തർക്കം തീർക്കാൻ മധ്യസ്ഥ ശ്രമങ്ങൾ പലതും നടന്നു. പക്ഷേ മഞ്ഞുരുക്കമായില്ല. ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയ ഇടപെടലുകളും ഫലം കാണുന്നില്ലെന്ന് തെളിയിക്കുന്നതാണ് ജി സുരേഷ് കുമാറിന്റെ നീക്കം. പരസ്യ പ്രതികരണമില്ലെങ്കിലും മോഹൻലാൽ വിവാദത്തിൽ ഇടപെട്ടതിലടക്കമുള്ള കടുത്ത അതൃപ്തി സുരേഷ് കുമാർ നിർമ്മാതാക്കളുടെ യോഗത്തിൽ അറിയിച്ചു. അതേസമയം സുരേഷ് കുമാറിന്റെ പരാമർശം തെറ്റെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ. ധാരണയില്ലാതെ പറഞ്ഞത് പിൻവലിക്കണമെന്ന ആവശ്യം സുരേഷ് അംഗീകരിച്ചില്ല. സുരേഷ് തിരുത്തുമെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉറപ്പും ലംഘിക്കപ്പെട്ടെന്നാണ് ആന്റണി പെരുമ്പാവൂരിന്റെ നിലപാട്. സിനിമാ വ്യവസായത്തിലെ പ്രതിസന്ധി ഉന്നയിച്ചു തുടങ്ങിയ തർക്കം സംഘടനയ്ക്കുള്ളിലേക്ക് ബാധിച്ചുവെന്നതാണ് നിലവിലെ സ്ഥിതി. സംഘടനയിലെ തർക്കം തീർക്കണമോ അതോ സിനിമാ വ്യവസായത്തിലെ പ്രതിസന്ധി ചർച്ചയാക്കണമോ എന്നതാണ് നിർമ്മാതാക്കളെ കുഴയ്ക്കുന്ന പ്രശ്നങ്ങൾ. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാത്തത് തന്നെയാണ് സിനിമയിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ നിലപാട്. ഫെബ്രുവരിയിൽ റിലീസായ സിനിമകളുടെ ലാഭനഷ്ട കണക്കുകൾ കൂടി പുറത്തുവരുന്നതോടെ സിനിമാ നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധിയെപ്പറ്റി കൂടുതൽ വ്യക്തത വരുമെന്നാണ് നിർമ്മാതാക്കളുടെ വാദം. ഇതിനിടെ നിർമ്മാതാക്കളുടെ വാദത്തെ പിന്തുണച്ച് ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി. നിർമ്മാതാക്കൾ തൊഴിലാളിയും അഭിനേതാക്കൾ മുതലാളിയും എന്നതാണ് സ്ഥിതിയെന്ന് ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ ചേർത്തലയിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ കുടുംബത്തിന് അതൃപ്തിയുണ്ട്. അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തിയതാണെന്നാണ് ദൃക്സാക്ഷിയായ മകളുടെ മൊഴി ഉണ്ടായിട്ടും ചേർത്തല പോലീസ് പ്രതിയായ സോണിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്ത പോലീസ് നിലപാടിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കുടുംബം. ചേർത്തലയിൽ കഴിഞ്ഞ 9 മരണമടഞ്ഞ സജി എന്ന 46-കാരിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസിൽ പരാതി നൽകിയത് 19 വയസ്സുള്ള മകൾ മിഷ്മയാണ്. അച്ഛൻ അമ്മയുടെ തല ഭിത്തിയിൽ ഇടിപ്പിച്ച ശേഷം മുകളിലെ നിലയിൽ നിന്ന് തള്ളി താഴേക്കിടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകിയ നിർണായക മൊഴി. 1.5 മണിക്കൂർ വൈകിച്ച ശേഷം ബന്ധുക്കളുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു ആശുപത്രിയിലെത്തിക്കാൻ സജിയുടെ ഭർത്താവായ സോണി തയ്യാറായതെന്നും പരാതിയിൽ മകൾ ആരോപിച്ചു. 1 മാസത്തോളം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന സജി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ സോണി സജിയെ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് സജിയുടെ സഹോദരങ്ങളും വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു അയൽക്കാരുടെ വാക്കുകളും. അവിടെ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് അലമ്പോലും വഴക്കും പിന്നെ മദ്യപാനവും എല്ലാം ഉണ്ട്. എന്നാൽ 1 മാസം ചികിത്സയിലിരുന്ന ശേഷം മരണപ്പെട്ട വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക സാധ്യത തള്ളിക്കളഞ്ഞ പോലീസ് നടപടിക്ക് മേൽ കടുത്ത അതൃപ്തിയാണ് കുടുംബത്തിനുള്ളത്. 1 മാസം ചികിത്സയിലിരുന്നുവെന്ന് മാത്രമല്ല, അടക്കം ചെയ്ത് 3 ദിവസത്തിനു ശേഷം പുറത്തെടുത്ത ബോഡിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ബാഹ്യമർദ്ദനത്തിന്റെ എന്ത് തെളിവുകളാണ് അവശേഷിക്കുകയെന്ന ചോദ്യവും ഉയരുന്നു. മകളുടെയും നാട്ടുകാരുടെയും മൊഴികളെ ആസ്പദമാക്കി വിശദമായ അന്വേഷണം നടത്താതെയാണ് സോണിയെ രക്ഷിക്കുന്നതിനായി മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം മാത്രം ചുമത്തിയതെന്നും കുടുംബം ആരോപിക്കുന്നു. പോലീസ് വീഴ്ചയ്ക്കെതിരെ നിയമ നടപടികളുമായി നാളെ സജിയുടെ സഹോദരങ്ങൾ ആലപ്പുഴ കോടതിയെ സമീപിക്കും. ന്യൂസ് 18 ആലപ്പുഴ. കേരളത്തിലേറെ കോളിളക്കമുണ്ടായ കേസാണ് മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതകം. ഒറ്റമൂലി രഹസ്യമറിയാൻ ഷാബാസ് ഷെരീഫിനെ നിലമ്പൂർ സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്നതിൽ തുടങ്ങുന്നതാണ് കേസ്. മൃതദേഹാവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകം. കേസിൽ ഈ മാസം അവസാനം മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻ കോടതി വിധി പറയുകയാണ്. നാടിനെ നടുക്കിയ ക്രൂരതയ്ക്ക് പ്രതിക്ക് എന്തായിരിക്കും ശിക്ഷ? കേരളം കാത്തിരിക്കുകയാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയെന്ന അപൂർവത, അതാണ് ഷാബാസ് ഷെരീഫ് കൊലക്കേസിനെ വ്യത്യസ്തമാക്കുന്നത്. 2019 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. മൈസൂരു സ്വദേശി ഷാബാസ് ഷെരീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂല്യ രഹസ്യം അറിയാൻ വേണ്ടിയാണ് നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്നത്. ഇയാളെ 1 വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിച്ചില്ല. കേസിൽ നിർണായകമായിരിക്കുന്നത് ഷാബാസ് ഷെരീഫിന്റെ തലമുടിയുടെ മൈറ്റോകോൺട്രിയ DNA ഫലമാണ്.
ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്നാണ് ഈ തലമുടി കണ്ടെത്തിയത്. ഇത് ഷാബാസ് ഷെറീഫിന്റെയാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പുസാക്ഷിയാക്കപ്പെട്ട സുൽത്താൻ ബത്തേരി സ്വദേശി നൌഷാദ് എന്ന മോനുവിന്റെ സാക്ഷിമൊഴികളുമാണ് കേസിൽ നിർണായകം. 2022 നൌഷാദ് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബാസ് ഷെറീഫ് വധം പുറംലോകമറിഞ്ഞത്. ഷാബാസ് ഷെറീഫിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും നൌഷാദ് പകർത്തിയിരുന്നു. ഇതും കേസിൽ നിർണായകമാണ്. 2024 ഫെബ്രുവരി 15 കേസിന്റെ വിചാരണ തുടങ്ങിയത്. 80 സാക്ഷികളെ വിസ്തരിച്ചു. സംസ്ഥാനത്ത് മറ്റൊരു കേസിലുമില്ലാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കോടതിക്ക് മുൻപിൽ നിർണായക തെളിവുകളായി. ഷാബാസ് ഷെറീഫിന്റെ ഭാര്യയും മക്കളും ഷൈബിൻ അഷ്റഫിന്റെ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു. നൌഷാദ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കള്ളം പറയുന്നുവെന്ന മറുവാദമാണ് പ്രതികളുടെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത്. കേസിൽ 15 പ്രതികളാണ്. 7ാം പ്രതിയായ നൌഷാദ് മാപ്പുസാക്ഷിയായി. പിടികിട്ടാനുണ്ടായിരുന്ന 2 പ്രതികളിൽ ഒരാളായ ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു. മറ്റൊരു പ്രതി ഷമീം ഇപ്പോഴും ഒളിവിലാണ്. ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ മുൻപ് വിദേശത്ത് നടന്ന 2 കൊലപാതകങ്ങൾ ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്ന പരാതികളിൽ CBI അന്വേഷണം തുടങ്ങിയിരുന്നു. ഈ മാസം 27 കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നത്. കേസിൽ അന്ന് വിധിയുണ്ടാകുമെന്നതാണ് ഇനി അറിയേണ്ടത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. കോഴിക്കോട് വൻ കഞ്ചാവ് വേട്ട. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് 28 കിലോഗ്രാമോളം കഞ്ചാവുമായി 2 പേർ പിടിയിൽ. ബംഗാൾ സ്വദേശിയായ നോമിനുൽ മാലിദ, എറണാകുളം കളമശ്ശേരി സ്വദേശി ഷാജി എന്നിവരാണ് പിടിയിലായത്. സംശയം തോന്നി ഡാൻസ് ആപ്പ് ടീം ഇവരെ പരിശോധിക്കുകയായിരുന്നു. 2 ട്രോളി ബാഗിലും 2 ബാഗിലുമായി ഒളിപ്പിച്ച് പെരുമ്പാവൂരിലേക്ക് കടത്താനായിരുന്നു ശ്രമം. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ അവർക്കൊരു ക്രെഡിബിൾ ഇൻഫർമേഷൻ കിട്ടി. അവർ 2 പേരെ തടഞ്ഞു നിർത്തുകയും വിവരം അറിയിച്ചതിനെ തുടർന്ന് കസബ പോലീസും സ്ഥലത്തെത്തി. പരിശോധനയിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി വരെയുള്ള ഗഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. അതായത് NDPSലെ എല്ലാ പ്രൊസീജിയേഴ്സും പാലിച്ചുകൊണ്ട് തന്നെ ഗസറ്റഡ് ഓഫീസർ സാന്നിധ്യം ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്തതാണ്. നല്ലൊരു ഡിറ്റക്ഷനാണ്. ഇത് ഒരു ആള് മലയാളിയാണ്, 2 പേരുണ്ട്. ഒരാൾ മലയാളിയും മറ്റൊരാൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയുമാണ്. ഇവര് ഒഡീഷയിൽ നിന്നാണ് ഈ സാധനം പർച്ചേസ് ചെയ്തത്. കഞ്ചാവ് പർച്ചേസ് ചെയ്ത് ഒഡീഷയിൽ നിന്നാണ്. ഒഡീഷയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്കും മറ്റുള്ള റിലേറ്റീവ്സും എല്ലാവർക്കും കൺസ്യൂമേഴ്സിനായിട്ട് പെരുമ്പാവൂരിലേക്ക് എത്തിക്കുന്നു എന്നാണ് അവരിൽ നിന്ന് ലഭിച്ച വിവരം. നമ്മൾ ബാക്കി പ്രൊസീജിയേഴ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ട്. അവരെ കോടതിയിൽ ഹാജരാക്കുന്നു. വടകരയിൽ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. ചേറൂട് മലൂൽമുക്ക് സ്വദേശി മുഹമ്മദ് ഇക്ബാലാണ് അറസ്റ്റിലായത്. വടകര താഴെയങ്ങാടി മത്സ്യ മാർക്കറ്റ് പരിസരത്ത് വെച്ചാണ് MDMA-യുമായി ഇയാളെ പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ആപ്പ് ടീമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം കല്ലമ്പലത്ത് MDMA-യുമായി 2 പേർ പിടിയിൽ. വർക്കല താനിമൂട് സ്വദേശികളായ ദീപു, അഞ്ജന എന്നിവരെയാണ് തിരുവനന്തപുരം റൂറൽ ജില്ലാ ഡാൻസ് ആപ്പ് ടീം അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് ബസ്സിൽ കല്ലമ്പലത്തിറങ്ങി വർക്കലയ്ക്ക് പോകാൻ നിൽക്കവെയായിരുന്നു അറസ്റ്റ്. ഇവരുടെ ദേഹപരിശോധന നടത്തിയതിൽ നിന്നും ഏകദേശം 25 ഗ്രാം തൂക്കം വരുന്ന MDMA കണ്ടെടുത്തു. പിടിയിലായ ദീപു നേരത്തെയും സമാന കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. കോഴിക്കോട് 778 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. മലപ്പുറം വൈദ്യരങ്ങാട് സ്വദേശി സിറാജാണ് പിടിയിലായത്. ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ കൊണ്ടുവന്ന മയക്കുമരുന്ന് ഡാൻസ് ആപ്പും ടൗൺ പോലീസും ചേർന്നാണ് പിടികൂടിയത്. ഹിമാചൽ പ്രദേശിൽ മയക്കുമരുന്ന് കടത്തിയതിന് 10 മാസം ജയിൽവാസം അനുഭവിച്ച പ്രതി വീണ്ടും മയക്കുമരുന്ന് കടത്തുകയായിരുന്നു. വർക്കലയിൽ വിനോദസഞ്ചാരികളായ യുവാക്കളെ മർദ്ദിച്ച് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ച 4 പേർ പോലീസിന്റെ പിടിയിലായി. വർക്കല ഇടവ സ്വദേശികളായ ജാഷ്, പാപനാശം സ്വദേശി വിഷ്ണു, ഇടവ വെൺകുളം സ്വദേശി നന്ദു എന്നിവരാണ് അറസ്റ്റിലായത്. ഒളിവിലായിരുന്ന പ്രതികളെയാണ് അയിരൂർ പോലീസ് പിടികൂടിയത്. ഫെബ്രുവരി 11 ഉച്ചയ്ക്ക് 1:30 കാപ്പിൽ ബീച്ചിലെത്തിയ വർക്കല സ്വദേശികളായ ബിജോയ്, നന്ദുവുമാണ് അക്രമി സംഘത്തിന്റെ ആക്രമണത്തിന് ഇരകളായത്. സംഘം യുവാക്കളെ വഴിയിൽ തടഞ്ഞ് ബിയർ ബോട്ടിൽ പൊട്ടിച്ച് കഴുത്തിന് ചേർത്ത് ഭീഷണിപ്പെടുത്തി വിലപിടിപ്പുള്ള വസ്തുക്കൾ കവർച്ച നടത്തി വസ്ത്രങ്ങൾ അഴിച്ചുവാങ്ങി കായലിൽ വലിച്ചെറിയുകയായിരുന്നു. ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കൊള്ളക്കാരൻ പോലീസിന്റെ പിടിയിലായിരുന്നു. ആ പ്രതിയെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ചാലക്കുടി സ്വദേശിയായ റിജോ ആന്റണിയാണ് നേരത്തെ പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 10 ലക്ഷം രൂപ കണ്ടെത്തിയിരുന്നു. ബാങ്കിലെ ബാധ്യതയുള്ള കടം വീട്ടാനാണ് ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചതെന്നായിരുന്നു പ്രതിയുടെ ആദ്യ മൊഴി. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, വിശദാംശം.
ബാങ്കിൽ അടക്കം നിരവധിയായ കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ഇത് വീട്ടുന്നതിന് വേണ്ടിയാണ് ഈ ബാങ്ക് കൊള്ള നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ റിജു ആന്റണി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇയാളുടെ ഭാര്യ വിദേശത്താണ്. അവിടെ നിന്ന് ഇയാൾക്ക് അയച്ചു കൊടുക്കുന്ന പണം മുഴുവൻ ആർഭാട ജീവിതത്തിനായി ഇയാൾ ചെലവഴിച്ചിരുന്നതായാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഭാര്യ ലീവിന് എത്താറാവുന്ന ഈ സമയത്ത് ഈ കടം വീട്ടുന്നതിന് വേണ്ടിയാണ്, അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടം അത് വീട്ടുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇയാള് ഇതിൽ ഏറ്റവും നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. കവർച്ചയ്ക്ക് ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ അടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിലേക്കാണ് പോലീസ് പ്രതിയിലേക്ക് എത്തുകയും ചെയ്തത്. ശരി, ഡാനി പോളാണ് വിശദവിവരങ്ങൾ. നന്ദി. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. ഇടവേളയ്ക്ക് ശേഷം കാണാം Q18. നമസ്കാരം.